സമരം 2 മാസം പിന്നിടുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൗരസാഗരം സംഘടിപ്പിച്ച ആശാ വർക്കേഴ്സ്. കേരളം ആശമാരോടൊപ്പം എന്ന പേരിൽ നടന്ന പൗരസാഗരത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അണിനിരന്നു. മുൻകാലങ്ങളിലെ മുദ്രാവാക്യങ്ങൾ ഭരണം കിട്ടിയപ്പോൾ ഇടതുപക്ഷം മറന്നെന്ന് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ പറഞ്ഞു. സർക്കാർ സമരത്തെ തള്ളിപ്പറയുന്നതിനിടെയാണ് ആയിരക്കണക്കിന് പേര് സംഘടിപ്പിച്ച് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ശക്തി പ്രകടിപ്പിച്ചത്. സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ പൗരസാഗരത്തിൽ പങ്കെടുത്തു. ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും രൂക്ഷമായി വിമർശിച്ച് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ. ഈ അവസ്ഥയുടെ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഒപ്പം വഹിക്കേണ്ടതാണ്. കേരള ഗവൺമെന്റിന്റെ നിർഭാഗ്യകരമായ മറുപടികൾ നാം എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു. അത് പലതരത്തിൽ നിർഭാഗ്യകരമാണ്. എങ്കിലും ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് അങ്ങേയറ്റം അപലപനീയം തന്നെ ആയി മാറുന്നു. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന ഉറച്ച നിലപാടിലാണ് സമരക്കാർ. വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കുമെന്നും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിനു മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരം 62-ാം ദിവസവും നിരാഹാരം 24-ാം ദിവസത്തിലുമാണ്. 24 തിരുവനന്തപുരം.